ലൈംഗിക ആരോപണങ്ങൾ എന്ന ആയുധം മൂർച്ച കൂട്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കാനാണ് അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു വലിയ സംവിധാനം തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രമുഖരായ ആളുകളുടെ നേതൃത്വത്തിൽ അവര് കാപ്സ്യൂളുകൾ തയ്യാറാക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തിരുവനന്തപുരത്ത് ആർഭാട ഫ്ളാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് അവർ താമസിപ്പിച്ചിരിക്കുക. ഈ സംവിധാനത്തിന് CPM നിശ്ചയിച്ചിരിക്കുന്ന ബജറ്റ് ആദ്യ ഗഡു 3.5 കോടി രൂപയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ അറിയുന്നുണ്ടോ? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഇലക്ഷൻ ഗർഭം അത് രൂപം കൊണ്ടതും പുറത്തേക്ക് വിട്ടതും എന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് വന്ന വഴിയൊന്ന് നോക്കിയാൽ മതി, റൂട്ട് മാപ്പ്, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതേ രീതിയിൽ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന ഐസ്ക്രീം പാർലർ കേസും വലിയൊരു ആരോപണമായി വളർത്തിക്കൊണ്ടുവന്നത് എന്നും ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. അതേസമയം CPM-നെതിരെ ലൈംഗിക അതിക്രമ കേസുകൾ വരുമ്പോൾ അവരൊന്നിച്ചു നിൽക്കും. എത്രയെത്ര കേസുകളാണ് നമ്മുടെ തൊട്ടുമുമ്പില് ഉദാഹരണമായിട്ടുള്ളത്. ശശി, VK ശശി, ഗോപിയെ കോട്ടമുറിക്കൽ, MLA ആയ നടൻ മുകേഷ്, ഇവരെ കുറിച്ചുള്ള കഥകളൊക്കെ ഇപ്പോഴും ആളുകൾ പാടി നടക്കുകയാണ്. ഇതൊക്കെ ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഇത് UDF-കാരൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, UDF-കാർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല.